കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടി. SFI നേതാവടക്കം 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. SFI യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ്, ആലപ്പുഴ സ്വദേശി ആദിത്യൻ, കൊല്ലം സ്വദേശി ആകാശ് എന്നിവരാണ് പിടിയിലായത്. കഞ്ചാവ് എത്തിച്ചത് ഹോളി ആഘോഷത്തിനെന്ന് കണ്ടെത്തൽ. ഹോസ്റ്റലിൽ ലഹരിക്കായി പണപ്പിരിവ് നടത്തിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. 250 മുതൽ 500 രൂപ വരെയാണ് പിരിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നാസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആസിഫ്, ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങണമെന്നുണ്ട്. പക്ഷേ ഒട്ടും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയല്ല കൊച്ചിയിൽ നിന്ന് വരുന്നത്. ഈ രാവിലെ തന്നെ SFIയുടെ നേതാവ് എന്നല്ല, സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട ഒരു വിദ്യാർത്ഥി നേതാവ് അടക്കമാണ് ലഹരിയുടെ വൻ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ഇത് 3 പേരിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവിടെ പണപ്പിരിവ് നടന്നിട്ടുണ്ട്. 250 500 രൂപ വീതം വിവിധ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ട്. എന്താണ് പോലീസ് പറയുന്നത് ആസിഫ്? ബിജില, ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം മറ്റു തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഈ ഒരു കോളേജ് ഹോസ്റ്റലിൻ്റെ അകത്ത് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ, അതായത് നേരത്തെ ഇവിടെ കഴിഞ്ഞു പോയ ആളുകളടക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും ഈ ഇപ്പോൾ അറസ്റ്റിലായ SFIയുടെ ഭാരവാഹി അടക്കമുള്ളവർ, അല്ലെങ്കിൽ യൂണിയൻ ഭാരവാഹി അടക്കമുള്ളവർ ഇന്നലെ ആ സമയത്ത് പോലീസ് ഇവിടെ എത്തുന്ന സമയത്ത് അവർ ക്യാമ്പസിൻ്റെ പുറത്ത് സമീപ പ്രദേശങ്ങളിലും SFIയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യൂണിയൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് കൊടിതോരണങ്ങളും മറ്റും ഒരുക്കുന്ന തിരക്കിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് വലിയ രീതിയിൽ പോലീസ് സംഘം ഇങ്ങോട്ട് എത്തുന്നത്. ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ഹോസ്റ്റൽ മുറികളുടെ പല മുറികളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്നലെ 2 റൂമുകളിൽ നിന്നായാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. ഒരു റൂമിൽ നിന്ന് അത് വലിയ അളവിലുള്ള കഞ്ചാവ് പിടികൂടി, അത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നതിൽ കൂടുതൽ അളവിലുള്ള കഞ്ചാവ് പിടികൂടുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ അളവിലുള്ള കഞ്ചാവ് പിടികൂടിയത് ഏകദേശം 2 കിലോയ്ക്ക് അടുത്തുള്ള കഞ്ചാവാണ്. ആകാശിൻ്റെ 11ാം നമ്പർ റൂമിൽ നിന്ന് പിടികൂടിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ പെരിയാർ ഹോസ്റ്റലിൻ്റെ മുമ്പിലാണ്. ഈ പെരിയാർ ഹോസ്റ്റലിൻ്റെ 11ാം നമ്പർ മുറിയിൽ നിന്നാണ് ഇത്തരത്തിൽ ആകാശ് ഉപയോഗിക്കുന്ന മുറിയിൽ നിന്നാണ് ഇത്തരത്തിൽ 1 കിലോഗ്രാം 909 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നത്. മറ്റ് 2 പേർ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന SFIയുടെ പ്രവർത്തകനും ജനറൽ സെക്രട്ടറിയുമായ യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ അഭിരാജ് ഉപയോഗിക്കുന്ന റൂമിൽ നിന്ന്, അഭിരാജും ആദിത്യനും ഉപയോഗിക്കുന്ന റൂമിൽ നിന്നാണ് മറ്റ് ക്വാണ്ടിറ്റി കഞ്ചാവ് പിടികൂടിയത്. അത് ഏകദേശം 9.70 ഗ്രാം കഞ്ചാവാണ് ആ മുറിയിൽ നിന്ന് പിടികൂടിയത്. അവർക്ക് 2 പേർക്കും ജാമ്യം ലഭിച്ചതും അത് അത്രത്തോളം ചെറിയ അളവ് കഞ്ചാവാണ് ആ റൂമിൽ നിന്ന് പിടികൂടിയത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ കുട്ടികൾ പറയുന്നൊരു കാര്യം, ഞങ്ങൾ സിഗരറ്റ് പോലും വലിക്കുന്ന ആളുകളല്ല, പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഞങ്ങളുടെ മുറിയിൽ ഇത് എങ്ങനെ എത്തിയത് ആണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ മറ്റ് റൂമിൽ നിന്ന് പിടികൂടിയത് ഏകദേശം 2 കിലോയോളം കഞ്ചാവാണ്. അത് നമ്മൾ അതിൻ്റെ ഒരു ഗൗരവം പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ പോലീസ് പിടികൂടുന്ന കഞ്ചാവിൻ്റെ പാക്കറ്റുകൾ നമ്മൾ കാണാറുള്ളതാണ്. അതായത് ഈ വലിയ രീതിയിൽ ഇത് ഹോൾസെയിലായി ഒറീസയിൽ നിന്നും മറ്റും കൊണ്ടുവന്ന് ഇവിടെ ചില്ലറ വിൽപ്പനയ്ക്കായി നൽകുന്ന ഒരു പ്രത്യേകതരം പാക്ക് ചെയ്ത ഒരു കവറുണ്ട്. അതേ കവറിൽ തന്നെയാണ് അങ്ങനെയാണ് ഈ 2 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ചില്ലറ വിൽപ്പന അടക്കം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന കഞ്ചാവാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലടക്കം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്ന വാർത്തകളടക്കം പുറത്തു വരാറുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പടം അടക്കം നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ സമൂഹം പ്രധാനമായി ഉയർത്തുന്ന കാര്യം, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പിടിയിലാകുന്നുണ്ടെങ്കിൽ പോലും ലഹരി മാഫിയയുടെ അങ്ങേയറ്റത്തെ കണ്ണിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒരു കിങ് പിൻ എന്ന വിധത്തിൽ എത്തിച്ചേരാൻ പോലീസിനോ അന്വേഷണ സംവിധാനങ്ങൾക്കോ സാധിക്കാറില്ല. അത് ഈ വിധത്തിൽ ഉപയോഗിക്കുന്ന യുവാക്കളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അതാരാണ് സപ്ലൈ ചെയ്യുന്നത്, അതാരാണ് എത്തിക്കുന്നത്, ആ കണ്ണി എന്തുകൊണ്ട് മുറിക്കാനാകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിപ്പോൾ 2 കിലോ കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത് എന്ന് ആസിഫ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുകയാണ്. എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിച്ചത് എന്ന് സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും വിവരം നൽകുന്നുണ്ടോ ആസിഫ്?
ഇല്ല, പോലീസിന് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ ക്യാമ്പസിനുള്ളിൽ നിന്ന് തന്നെ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഈ ഒരു പരിശോധന നടന്നത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ കുട്ടികൾക്കിടയിൽ ഈ കഞ്ചാവ് വിൽക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു, അതിനുവേണ്ടി 250-500 രൂപ വീതം വാങ്ങി അത്തരത്തിൽ വിൽക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള പോലീസിന് നൽകിയ രഹസ്യവിവരത്തിനെ തുടർന്നാണ് ഈ റെയ്ഡ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും വലിയ രീതിയിൽ കേരളത്തിലേക്ക് കഞ്ചാവ് ഒഴുകിയെത്തുന്നുണ്ട്. ഈ മാധ്യമ വാർത്തകളുടെ എല്ലാം പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാർ അടക്കം സജീവമായി പരിശോധനകൾ നടത്തുമ്പോഴും ഓരോ ദിവസവും ഇത്ര കിലോഗ്രാം വീതം കഞ്ചാവ് പിടികൂടിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം. ഇന്നലെ തന്നെ നമുക്കറിയാം എറണാകുളം നഗരത്തിൽ നിന്നടക്കം 4 കിലോയോളം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേരളത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് പലപ്പോഴും നമുക്ക് പിടികൂടാൻ കഴിയുക. അത് നമ്മുടെ എക്സൈസിൻ്റെ ഒരു പരിധി അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇതര സംസ്ഥാനത്ത് പോയി അവിടെ നിന്ന് ആ ഒരു സോഴ്സിൽ നിന്ന് അത് പിടിക്കാനുള്ള സാധ്യതകൾ പോലും വളരെ കുറവാണ് എന്നുള്ളതാണ്. എങ്കിൽ പോലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും വലിയ രീതിയിൽ പരിശോധന നടത്തിയാണ് ഇപ്പോൾ കൂടുതൽ കഞ്ചാവും മറ്റും ഇപ്പോൾ കൈയിൽ പിടികൂടുന്നതിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യം ലഭിച്ച വിദ്യാർത്ഥികളടക്കം അല്പസമയത്തിന് തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇവിടെയുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോഴടക്കം അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹോസ്റ്റലിൽ പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഗൗരവമായ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ അതിൻ്റെ ഒരു ഇരകളായി മാറിയതാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് മാത്രമേ ഒരുപക്ഷെ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ പോളിടെക്നിക്കിൽ പഠിക്കുന്ന കുട്ടികളാണ്, വലിയ പ്രായമുള്ള കുട്ടികളല്ല. അപ്പോൾ മുമ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞു പോയ സീനിയേഴ്സ് അടക്കമുള്ളവർ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നുണ്ട്. 3 പേർ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അവർ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പിടിയിലായ കുട്ടികൾ, അതായത് അവരുടെ റൂമിൽ നിന്ന് ഈ കഞ്ചാവ് കണ്ടെടുക്കുമ്പോൾ സ്വാഭാവികമായും അവർ അതിൽ പ്രതികളാക്കപ്പെടുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പുറത്തു നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നോ, അവരായിരുന്നു ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി പുറത്തു വരേണ്ടതാണ്. അത്തരത്തിലുള്ള വിശദമായ തരത്തിലേക്ക് അന്വേഷണം പോവുകയും ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടത് ഈ ഹോളി ആഘോഷത്തിന് വേണ്ടി എത്തിച്ചു എന്നുള്ളതാണോ ആണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നേരത്തെയും ഈ വിധത്തിലുള്ള ലഹരി പാർട്ടികൾ ആ ക്യാമ്പസിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ കോളേജിന്റെ അധികാരികൾ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ITIയുടെ പോളിടെക്നിക്കിന്റെ ആളുകൾ, അതിന്റെ അധികാരികൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവരുടെ ഔദ്യോഗിക വിശദീകരണം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ടോ ആസിഫ്? നിലവിൽ ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പ്രിൻസിപ്പാൾ കോളേജിലേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പ്രതികരിക്കുമെന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു വലിയ ലഹരി പാർട്ടി മുമ്പ് നടന്നതായോ മറ്റോ ഉള്ള വിവരങ്ങളില്ല. സ്വാഭാവികമായും ഈ ഹോസ്റ്റലുകളിൽ മദ്യം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട്. അത്തരം പരാതികൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഉപയോഗിക്കുകയും അങ്ങനെ പരാതികൾ വരികയും അങ്ങനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ട് ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ അടുത്ത കാലത്ത്. പക്ഷേ എന്തായാലും ഇന്നലെ സംഭവിച്ചത് വളരെ ഗൗരവമായ കാര്യം തന്നെയാണ്. കാരണം ഈ കോളേജ് ഹോസ്റ്റലിലെ വലിയ രീതിയിൽ കഞ്ചാവ് സൂക്ഷിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് പിന്നിൽ ഏത് തരത്തിലുള്ള സംഘമാണ് എന്നതുകൂടി വലിയ വിപുലമായ പരിശോധന നടത്തിയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കോളേജ് വിദ്യാർത്ഥികളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ കഞ്ചാവ് വിൽപ്പനയും MDMA വിൽപ്പനയും അടക്കം നടത്തുന്ന വലിയ സംഘം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. നേരത്തെ അത് ഇൻസ്റ്റഗ്രാം അടക്കം ടെലഗ്രാം അടക്കമുള്ള ആപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടക്കം അങ്ങനെയുള്ള വിൽപ്പനകൾ പലയിടത്തും നമ്മൾ പുറത്ത് വന്നത് കണ്ടതാണ്. പോലീസ് പലരെയും പിടികൂടിയത് കണ്ടതാണ്. എന്തായാലും പക്ഷേ ഇവിടെ അതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് കോളേജ് ഹോസ്റ്റലിൻ്റെ അകത്ത് വലിയ ക്വാണ്ടിറ്റിയിൽ കഞ്ചാവ് സൂക്ഷിച്ചു വെച്ച് അവിടെ നിന്ന് തന്നെ പണം വാങ്ങി വിൽപ്പന നടത്തുന്നു എന്നുള്ള അതീവ ഗൗരവമായ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് കൂടി പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ കോളേജിന് പുറത്തുനിന്ന് വന്നവരെന്ന് പറയുന്ന ആളുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളടക്കം ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, വളരെ നന്ദി. ആസിഫ് മുഹമ്മദാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.